ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഏത് ദുരിതം വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിടുകയില്ല. പറഞ്ഞേ, ഏത് ദുരിതം വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ വിടുകയില്ല. ദാനിയേലിന്റെ പ്രവചനം മൂന്നാം അധ്യായം അതിന്റെ 2-ാം ഭാഗത്തിന്റെ 1-ാം തിരുവചനം വായിച്ചേ. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. കണ്ടോ, ഈ തീജ്വാലയ്ക്കകത്ത് കിടക്കുന്ന 3 യുവാക്കന്മാരെ കുറിച്ച് വചനം പറയുന്നു. അവരെങ്ങനെയാ? അവര് ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ തീജ്വാലകൾക്കുള്ളിലൂടെ നടന്നു. എന്നിട്ട് അതിന്റെ 17-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, നന്നായിട്ട് ഒച്ചത്തിൽ നേറ്റു പറഞ്ഞേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങിൽ ആശ്രയിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല, ലജ്ജിക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പരിചയമുള്ള മറ്റൊരു വചനം കൂടെ വായിക്കാം. അത് ഹബക്കൂക്കിന്റെ പ്രവചനമാണ്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം ഒന്ന് തുറന്നേ. 3-ാം അധ്യായം അതിന്റെ 17-18 തിരുവചനം. ബുക്ക് ഓഫ് ഹബക്കൂക്ക്, ഹബക്കൂക്കിന്റെ പ്രവചനം. വായിച്ചോ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എഴുന്നേറ്റ് നിന്നേ. ഈ വചനം നമുക്ക് നന്നായിട്ടൊന്ന് പ്രഖ്യാപിക്കാം. നല്ല സുന്ദരമായൊരു വചനമാണ്. ഈ വചനം പറയുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം കിട്ടും കേട്ടോ. വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പറഞ്ഞാൽ മതി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ. ഈ വചനം ഒച്ചത്തിൽ പറഞ്ഞേ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നേ. എന്നിട്ട് അവരുടെ കൈക്ക് ഇങ്ങനെ പിടിച്ചേ. എന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. ഞാൻ ഈ വചനം പറയുമ്പോൾ അവരോട് മുഖത്തോട് പറയണേ. അവരുടെ മുഖത്ത് നോക്കിക്കേ, നന്നായി ഒന്ന് പുഞ്ചിരിച്ചേ. എന്നിട്ട് ഈ വചനം അവരോട് പറഞ്ഞു കൊടുത്തേ. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വചനം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എന്റെ ബലം. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് നന്നായിട്ട് കൈ കൊടുത്തോണ്ട് ഇത് സംഭവിക്കട്ടെ എന്ന് പറ. ഇത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇനി ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത് നമ്മൾ ഏറ്റെടുത്തോണം. 2 കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. കണ്ണടച്ചോ. ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കം, ഇന്ന് കടന്നു പോകുന്ന കൊടിയ ദുരിതം, ഏതൊക്കെ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ അസ്വസ്ഥതകളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കുന്നില്ല.
നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ വലിയ ഭാരങ്ങൾ, വലിയ വലിയ അസ്വസ്ഥതകൾ പലതും കടന്നു വരുന്നു. ചില രോഗപീഠകൾ നമ്മൾ അനുഭവിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. കർത്താവേ, ഇതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. പലപ്പോഴും ഉള്ള വിശ്വാസം ഇട്ടിട്ട് പോകാൻ തോന്നും. പള്ളി പോകാതിരിക്കാനും പ്രാർത്ഥിക്കാതിരിക്കാനും മനസ്സിൽ പലപ്പോഴും മടുപ്പ് അനുഭവപ്പെടും. കർത്താവേ, കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടപ്പോഴും ഞാൻ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കണം. ദൈവമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. ഹബക്കൂക്ക് പ്രവാചകൻ പഠിപ്പിക്കുന്നു, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവെ, അങ്ങയിൽ ഞാൻ സന്തോഷിക്കും. സകലതും നഷ്ടപ്പെട്ടാലും കർത്താവെ, അങ്ങയിൽ ഞാൻ സന്തോഷിക്കും. 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കുന്ന ദൈവജനം നന്നായിട്ടൊന്ന് സ്തുതിച്ചോ, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഓ കർത്താവെ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര ദുരിതത്തിൽപ്പെട്ടാലും ഞാൻ എൻ്റെ വിശ്വാസം കളയില്ല. സ്വയം പറഞ്ഞേ. എത്ര ദുരിതത്തിൽ അകപ്പെട്ടാലും ഞാൻ എൻ്റെ വിശ്വാസം കളയില്ല. പറഞ്ഞേ. എത്ര ദുരിതത്തിൽ അകപ്പെട്ടാലും ഞാൻ എൻ്റെ വിശ്വാസം കളയില്ല. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുമ്പിൽ എൻ്റെ വിശ്വാസം കളയില്ല. അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് മുന്നിൽ എൻ്റെ വിശ്വാസം ഞാൻ കളയില്ല. ഒരു തകർച്ചയുടെ മുമ്പിലും എൻ്റെ വിശ്വാസം കളയില്ല. ഒരു തകർച്ചയുടെ മുമ്പിലും എൻ്റെ വിശ്വാസം ഞാൻ കളയില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ആമേൻ 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 ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈ അൾത്താര നിനക്ക് സമ്മാനിക്കുന്നത് വലിയൊരു കൃപയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നിൽ ഇടപെടുന്ന സമയമാണ്. നിന്റെ ചിന്തകളെ, വികാര വിചാരങ്ങളെ, ആലോചനകളെ ഏറ്റെടുക്കുന്ന സമയമാണ്. നീ ഇന്നോളം കടന്നുപോയിട്ടുള്ള ഓരോ അനുഭവങ്ങളെയും വിശുദ്ധീകരിക്കുന്ന സമയമാണ്. ഉള്ളുരുകി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പ്രത്യേകിച്ച് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 തിരുവചനം നിന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. നിങ്ങൾക്ക് അതിൽ സ്ഥിരത കിട്ടും. ഇട്ടിട്ട് പോകാനല്ല. ഇനി ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, എനിക്ക് ദൈവത്തെ വേണ്ട എന്ന് പറയാനല്ല. മറിച്ച് ഈ പരീക്ഷയുടെ നടുവിൽ കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, കർത്താവെ ഞാൻ അങ്ങേ അള്ളിപ്പിടിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എൻ്റെ പ്രിയരെ, നമുക്കുള്ള ഏത് വിഷയത്തെ സമർപ്പിക്കാം. കർത്താവിന്റെ മുമ്പിൽ നിന്റെ ഹൃദയം തുറന്ന് നിനക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രചോദനം നൽകുന്നുവോ അതുപോലെ നീ പ്രാർത്ഥിച്ചോണം. നീ അസ്വസ്ഥപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് ഈ ഭൂമിയിൽ പിടിക്കാനുള്ളത് എൻ്റെ കർത്താവിൽ മാത്രമാണ്. ഒരു മനുഷ്യനിലും ആശ്രയിക്കുന്നില്ല. എന്റെ ബുദ്ധിയിൽ ഞാൻ ആശ്രയിക്കുന്നില്ല. കർത്താവേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങാണ് രക്ഷകനും നാഥനും. ഞാനത് ഏറ്റെടുക്കുന്നു കർത്താവേ, ഞാനിതാ ഏറ്റെടുക്കുന്നു കർത്താവേ. കർത്താവെ, ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോയെ വിളിച്ച് 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 പ്രാർത്ഥിക്കുന്നു. കൈകളടിച്ച്, യെസ്. എന്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവേ. യാക്കോബ് ശ്ലീഹ പറയുക,
യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നീ സന്തോഷിക്കുവിൻ, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഞാൻ വിശ്വസിക്കുന്നു, ഇതെന്നിൽ സംഭവിക്കട്ടെ കർത്താവേ. നന്നായിട്ട് കൈയടിച്ചേ പോരാ. വിശ്വാസത്താൽ എന്നും മുന്നേറും ഞാൻ. ആമേൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ആമേൻ. മുന്നേറും. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുന്നിൽ വിജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. വിശ്വാസച്ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പ്രതികൂലങ്ങൾ മാറി പോകും. ആമേൻ, ആമേൻ. ഒന്നും അസാധ്യമായില്ലെന്റെ മുമ്പിൽ വിജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, ഈശോയേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ സമയത്ത് തന്നെ വലിയ അഭിഷേകം സംഭവിക്കട്ടെ. വലിയ അഭിഷേകം സംഭവിക്കുന്നു. കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്നു. കർത്താവ് നിന്നെ ശക്തിപ്പെടുത്തുന്നു. കർത്താവ് അനേകരുടെ കെട്ടുകളടിക്കുന്നു. ഭാരം മാറട്ടെ, ഭാരം മാറട്ടെ. കൈയടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് കണ്ണുകളടച്ച് വിശ്വസിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 38-ഉം 39-ഉം എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൈയടിച്ച് 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 ചേർന്നു ചേർന്നു. Mighty power. Amen. Yes. വിശ്വസിക്കുന്നു. ആമേൻ. ആകുല ചിന്തയാൽ നിറയുകില്ല. ആമേൻ. ഭാരങ്ങളോർത്തിനി കരയുകില്ല. സംഭവിക്കട്ടെ, എന്നിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. യെസ്, ഒരിക്കലും കൈവിടില്ല. കരങ്ങൾ ഉയർത്തി ചാടിത്തൊള്ളേ കൈയടിച്ചു. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആമേൻ, ആമേൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല. പഠിക്കേ പഠിക്കേ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. യേശുവേ, ഒന്നും അസാധ്യമായില്ല. വിജയം എനിക്കുണ്ട്. വിശ്വസിച്ച് മുന്നോട്ട് മുന്നോട്ട്. ഓ കർത്താവേ, ഭവിച്ചാലും പിന്മാറുകില്ല. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് സംഭവിക്കട്ടെ. ആമേൻ. ഓ കർത്താവേ, ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ചത് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധ അൽത്താരത്തിൽ അത്ഭുത ശക്തി ഓരോ വ്യക്തിയിലേക്ക്
വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈ അഭിഷേകം കിട്ടട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് കർത്താവിന്റെ അഭിഷേകം ലഭിക്കട്ടെ. തളർന്ന മനസ്സുകളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നു. ഭാരപ്പെടുന്ന അനേകരെ കർത്താവ് ബലപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇടപെടുന്നു. ആരാധന 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 ആരാധന. വിശ്വസിക്കണം, വിശ്വസിച്ച് ഏറ്റെടുക്കണം. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളുണ്ടെങ്കിലും ഓ കർത്താവേ, ഞാൻ അങ്ങയെ വിടുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് നീ നിന്നോട് തന്നെ പറയണം. എന്നെ ആകുലപ്പെടുത്തുന്ന പലതും ഉണ്ടാവും. എന്നെ വട്ടം പിടിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ പല ദുരിതങ്ങളുടെ നടുവിൽ ഞാൻ ചെന്ന് പെടും. പക്ഷേ എൻ്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കില്ല. ഓ കർത്താവ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങില്ലാതെ എനിക്ക് ജീവിതമില്ല. ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയില്ല. ഇത് വിശ്വസിച്ചത് ഏറ്റെടുക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുടെ ഉള്ളിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി വ്യക്തികൾക്ക് കർത്താവ് ബോധ്യങ്ങൾ നൽകുന്നു. പ്രാർത്ഥന മുടക്കരുത്. മരവിപ്പ്, മുരടിപ്പ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഉള്ളവരെ ശ്രദ്ധിച്ചോളൂ. ആ മരടിപ്പ് മാറ്റണം. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വല്ലാണ്ട് വിഷമിച്ചൊക്കെ കഴിയുന്ന അനേകരെ കർത്താവ് ബലപ്പെടുത്തുന്നു. ബലപ്പെടുത്തുന്നു. കുടുംബത്തിലുണ്ടായ മരണം അത് താങ്ങാൻ പറ്റുന്നില്ല. 100,000 ചോദ്യങ്ങൾ. സഹോദരി, കർത്താവ് നിന്നോട് പറയുന്ന എന്തെന്നറിയോ? ഇങ്ങനെ ഇരുന്നാൻ പറ്റില്ലെന്ന്. ഇങ്ങനെ തളർന്ന് ചോദ്യം ചോദിച്ച് വിഷമിച്ചിരിക്കല്ലേ. നീ ഒന്ന് ഉഷാറാവ്. നീ പ്രാർത്ഥിക്കുന്നു. നീ ദൈവത്തോട് ചേർന്നിരിക്കും. ദൈവം നിന്നോട് ചേർന്നിരിക്കും. ദൈവം നിന്നോട് ചേർന്നിരിക്കും. നിനക്കുണ്ടായ രോഗത്തിന്റെ മുമ്പിൽ പതറിയിരിക്കരുത്. നിന്റെ ശരീരത്തിന്റെ മേലുള്ള നിയന്ത്രണം കർത്താവിനാണ്. നീ ആ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, കർത്താവ് നിന്നിൽ ഇടപെടും. ഒരു വിവാഹ ആലോചനയോട് ബന്ധപ്പെട്ടൊരു കുടുംബം കടന്നു പോകുന്ന വലിയ ഞെരുക്കം, വലിയ ഞെരുക്കം. ഈ ഞെരുക്കത്തിൽ പ്രിയരെ, തമ്പുരാൻ കർത്താവിനെ വിട്ടേക്കല്ലേ. അള്ളിപ്പിടിച്ചോണം തമ്പുരാൻ കർത്താവിനെ. നീ ദൈവത്തോട് ചേർന്നിരിക്കുവിൻ. ദൈവം നിന്നോട് ചേർന്നിരിക്കും. ഭാരപ്പെടണ്ട. വിവാഹ ജീവിതത്തിലെ താളം തെറ്റിയ അവസ്ഥയിൽ വല്ലാണ്ട് ഭാരം. പലതവണ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലരോടാ പറയണേ, മടുത്തിരിക്കുന്നു. എന്നാൽ ഈ മടുപ്പ് നിന്റെ കർത്താവ് കാണുന്നു. നീ വിട്ടുപോകല്ലേ. നീ നശിച്ചു പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ കൂടെ ദൈവമുണ്ട്. നീ ഭാരപ്പെടല്ലേ. നിന്നിൽ കർത്താവ് പ്രവർത്തിക്കുന്നു. നന്നായിട്ട് തമ്പുരാൻ കർത്താവിനെ അള്ളിപ്പിടിച്ചോണം. അതൊരു വിളിയാണ്. നിനക്ക് തമ്പുരാൻ കർത്താവ് വിളി തന്നിട്ടുണ്ട്. കർത്താവ് വിളി തന്നിട്ടുണ്ട്. ഉദരത്തിലുള്ള കുഞ്ഞിന് ചില തകരാറുകൾ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ അബോർഷനെ കുറിച്ചാണ് ചർച്ച. ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ്. എൻ്റെ സഹോദരി, നിന്റെ ഉദരത്തിലുള്ള കുഞ്ഞ് തമ്പുരാൻ കർത്താവ് തന്നതാണെങ്കിൽ തമ്പുരാൻ കർത്താവ് അത് ക്രമീകരിക്കും. ഉദരഫലം തമ്പുരാന്റെ സമ്മാനം. നീ തമ്പുരാനിൽ വിശ്വസിക്ക്. ദൈവം ഇടപെടുമെന്ന്. ദൈവം ഇടപെടും. ഭാരപ്പെടണ്ട. ഓർത്തോർ ദുഃഖിക്കുന്നവരെ കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ട. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ വിഷമിക്കേണ്ട. കർത്താവ് ഇടപെടും. ഈശോയ്ക്ക് നിന്റെ മേൽ അത്രമേൽ സ്നേഹമുണ്ട്. നീ തളർന്നു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന യേശുവേ, ആരാധന.